നല്ലൊരു വൈകുന്നേരം, ബുധനാഴ്ച വൈകുന്നേരം. ഇത് സെൻറ്റ് ജോസഫ് ചർച്ച് കുരിപ്പുഴ. ഞാനൊക്കെ കുരിപ്പുഴ പള്ളി എന്ന് പറയും. അപ്പോൾ ബുധനാഴ്ച എന്താ നല്ലൊരു ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അന്നാണ് വിളക്ക് നേർച്ച ഉള്ളത്. അതായത് നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് അവിടുത്തെ വിളക്കെടുത്ത് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കുമെന്നാണ് പറയുന്നത്. ഞാനിതിന് മുന്നേ പോയി വിളക്കെടുത്തിട്ടുണ്ട്, അതൊക്കെ നടന്നിട്ടുമുണ്ട്. അങ്ങനെ ഇന്നും പോകാമെന്ന് കരുതി പോയി. ഇത് നമ്മുടെ പള്ളിയുടെ പിറകിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ആ വഴി അങ്ങ് ചെന്നെത്തുന്നത് നമ്മുടെ വിളക്ക് നേർച്ച സ്റ്റാളിൻ്റെ മുന്നിലാണ്. എൻ്റെ കൂടെ മോനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു 5:45 കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ അവനെയും കൂടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ആൾക്ക് വിളക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും ഒരു വിളക്കെടുത്തു, ഞാനും എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വിളക്ക് നേർച്ച എന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ ചെന്ന് ഔസേപ്പിതാവിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പക്ഷേ എനിക്ക് എന്തോ കൂടുതൽ അടുപ്പം മാതാവായിട്ടാണ്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അവിടെയാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കാറ്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളക്കുമായിട്ട് വന്നു. അവിടെ ഒരു എന്താ പറയുക, ആ പ്രാർത്ഥന എഴുതിയിരിക്കുന്ന കണ്ടില്ല, അത് വായിച്ചിട്ട് നമ്മൾ ഈ വിളക്കുമായിട്ട് 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും അതിന് ചുറ്റും വലം വയ്ക്കാം. അതിപ്പോൾ വിളക്കെടുക്കുന്നതും അതുപോലെ തന്നെ 1 2 എത്ര ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വിളക്ക് എടുക്കാം. ഒരു വിളക്ക് 10 രൂപയാണ്. പക്ഷേ ബുധനാഴ്ച ദിവസം മാത്രമേ ഈ വിളക്കെടുപ്പുള്ളൂ. പിന്നെ ദേ ഇത് കണ്ടോ, പായസം. അതും നേർച്ചയാണ്. നമ്മളിഷ്ടമുള്ള കാര്യം നടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടന്നതിന് ശേഷമോ ഓരോരുത്തർ നേർച്ചയായിട്ട് കൊണ്ടുവരുന്നതാണെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വലിയ പള്ളിയിലേക്ക് കയറാമെന്ന് കരുതിയിട്ട് പോയതാണ്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് അവിടെ പൂജ തുടങ്ങി. അത്യാവശ്യം അകത്ത് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല, പുറത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. അല്ലാത്തപ്പോൾ ഞാൻ സാധാരണ പോകാറൊരു 4 മണി ആ സമയത്തൊക്കെ പോകും. അന്നേരം ആരും കാണത്തില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് മനസ്സമാധാനമായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച അല്ലാണ്ട് ഒരു മാസം ഫുള്ളായിട്ട് വിളക്കെടുക്കാൻ പറ്റുന്നത് മാർച്ച് മാസമാണ്. മാർച്ചിൽ ഇവിടെ വലിയ പെരുന്നാളാണ്. അപ്പോൾ മാർച്ച് 1 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് വിളക്കുണ്ടായിരിക്കും. എൻ്റെ മോൻ അവിടെയും കുസൃതി, ഇതേ ചങ്ങലയൊക്കെ ചാടി പിടിക്കാൻ പോകുന്നു. അങ്ങനെ വലിയ പള്ളി തൊഴുതിട്ടിറങ്ങിയപ്പോൾ വേണ്ട വീണ്ടും പായസം. എന്നാൽ പിന്നെ വീണ്ടും ഒരു ഗ്ലാസ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ പായസമൊക്കെ കുടിച്ചു. എന്നാൽ പിന്നെ ഇത്രയൊക്കെ ഇരുട്ടിയില്ലേ വീട്ടിൽ പോകാമെന്ന് കരുതിയപ്പോൾ വേണ്ട വീണ്ടും ആരും കൊണ്ടുവന്നു പായസം. എങ്കിൽ പിന്നെ വന്ന സ്ഥിതിക്ക് അതും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നി. ഇപ്പം തന്നെ 3 ഗ്ലാസ് പായസമായിട്ടുണ്ട്.